എന്തായാലും നമ്മളൊക്കെ വിചാരിച്ചതിനപ്പുറം അയ്യപ്പൻ പണി തുടങ്ങിയിട്ടുണ്ട്. അയ്യപ്പൻ ഇറങ്ങിയിട്ടുണ്ട്. ഹൈക്കോടതി ജഡ്ജിമാരെ മണ്ടയിൽ അയ്യപ്പൻ കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയെങ്കിലും കേസ് മുന്നോട്ട് പോകില്ല. കൂട്ട അറസ്റ്റാണ് വരാൻ പോകുന്നത്. സമ്പൂർണ്ണ അറസ്റ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പോറ്റിയിൽ നിൽക്കും. പോറ്റിയിൽ നിന്നില്ല. മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ മുരാരി ബാബുവിൽ നിൽക്കുമെന്ന് പറഞ്ഞു. അവിടെയും നിന്നില്ല. സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അവിടെയും നിന്നില്ല. ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ബൈജുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവിടെ നിൽക്കുന്നില്ല. ദേവസ്വത്തിൻ്റെ കമ്മീഷണറും സെക്രട്ടറിയൊക്കെ ആയി, പിന്നെ പ്രസിഡൻറ്റ്, ദേവസ്വം പ്രസിഡൻ്റൊക്കെ ആയി മുടിചൂടാ മന്നനായിരുന്ന സിംഹം, പുലി ഒക്കെ ആയിട്ടിരുന്ന എൻ വാസു അറസ്റ്റിലേക്ക് നീങ്ങുകയാണ്. വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നു. ജയശ്രീ, ഈ വനിതകളുടെ പേര് പറയുമ്പോൾ എനിക്കൊരു ഉച്ചത്തരം തോന്നുന്നു. കാരണം ഒരു വനിതയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം വനിതകളെക്കുറിച്ചൊക്കെ നമ്മുടെ സങ്കല്പം വേറെയാണ്. സഹോദരി, അമ്മ എന്നൊക്കെ പറയുന്നത് അത് വേറെ സങ്കല്പമാണ്. അവർക്കത് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഒരിക്കലും ജയശ്രീ എന്ന് പറയുന്നവർ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ജയശ്രീ അടുത്ത അറസ്റ്റ് വരാൻ പോകുന്നത് PS പ്രശാന്ത്, പത്മകുമാർ. ഇത് മനസ്സിലാക്കിയിട്ടാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കടുകട്ടി പാർട്ടിക്കാരായിട്ടുള്ള ആരെയെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വെക്കണം. ഇനിയും പരീക്ഷണങ്ങൾ വേണ്ട. വാസുവിനെ പോലെയുള്ള, പ്രശാന്തിനെ പോലെയുള്ള ഒരു പരീക്ഷണം വേണ്ട. കടുകട്ടി പാർട്ടിക്കാരായിട്ടുള്ള ആരെയെങ്കിലും വെക്കണം. അതാകുമ്പോൾ കുറച്ചുകൂടി പാർട്ടിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് അഡ്വക്കേറ്റ് എ സമ്പത്തിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. കയർ ബോർഡ് ചെയർമാനായിട്ടുള്ള ദേവകുമാറിൻ്റെ പേര്, അത് ആലപ്പുഴയാണുള്ളത്. കയർ ബോർഡ് ചെയർമാൻ ദേവകുമാറിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അങ്ങനെ പല പേരുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിൽ അയ്യപ്പൻ പണി തുടങ്ങിയിട്ടുണ്ട്. കൂട്ട അറസ്റ്റാണ് നടക്കാൻ സാധ്യതയുള്ളത്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യമുണ്ട്. ഇതിൻ്റെ രാജ്യാന്തര ബന്ധം ആരന്വേഷിക്കും? അത് ഇൻ്റർപോൾ വേണ്ടിവരുമോ? CBI ഏറ്റെടുക്കുമോ? മറ്റ് സ്റ്റേറ്റുകളിൽ, ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ചെന്നൈയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരിലുമൊക്കെ നടന്ന ഗൂഢാലോചനകൾ, അവിടെയുള്ള വ്യക്തികളുടെ പങ്കാളിത്തം, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതൊരു വലിയ ചോദ്യമുണ്ട്. കേരള SIT ടീമിന് ഇങ്ങനെ പോയി ഇതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ കഴിയുമോ? പിന്നെ SIT ടീമിൻ്റെ ഒരു പരിമിതി, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ളൊരു ആക്ഷേപം. SIT ടീം അഡ്മിനിസ്ട്രേറ്റീവ്ലി അല്ലെങ്കിൽ ഭരണപരമായി SIT ടീം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ കീഴിലാണ്. സ്വാഭാവികമായി ഇത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് നീങ്ങുമ്പോൾ, PS പ്രശാന്തിലേക്കോ പത്മകുമാറിലേക്കോ നീങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പ്രശ്നമാവും. കാരണം രാഷ്ട്രീയ നേതാക്കളിലേക്ക് നീങ്ങുമ്പോൾ ഭരണകക്ഷിയുടെ ഒരു ഇടപെടൽ വരാൻ സാധ്യതയില്ലേ എന്നൊരു ചോദ്യമുണ്ട്. വളരെ ഗൗരവതരമായിട്ടാണ് ശബരിമല വിഷയം കത്തിക്കേറി പോകുന്നത്. കൂട്ട അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയും ഒരു പിടി ആളുകളെ അറസ്റ്റ് ചെയ്യുവാനുണ്ട്. ഇതിനിടയിൽ ഒരു വളരെ ഗുരുതരമായ ഒരു കത്ത് SITക്ക് കിട്ടിയിട്ടുണ്ട്. ആ കത്തെന്ന് പറയുന്നത് ദേവസ്വം വിജിലൻസ് കമ്മീഷണർ നേരത്തെ ദേവസ്വം പ്രസിഡന്റ് അയച്ച ഒരു കത്താണ്. ആ കത്തിൻ്റെ കോപ്പിയാണ്. ആ കത്തിൽ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം, അതിപ്പോൾ ചാനലുകളിൽ വന്നു തുടങ്ങി. ആ കത്തിൽ കൃത്യമായി പറയുന്നൊരു കാര്യം, കേരളത്തിലെ ശബരിമല മാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പണം വരുന്ന, സ്വർണം ഉള്ള, അമൂല്യമായ നിധികളുള്ള എല്ലാ ക്ഷേത്രങ്ങളും ഭീഷണിയിലാണ്. കള്ളന്മാർ കൊണ്ടുപോകും എന്ന് വളരെ ഗുരുതരമായ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് തിരുവിതാംകൂർ വിജിലൻസ് കമ്മീഷണറാണ്. വേറെ ആരുമല്ല. കൊടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനാണ്. ആ കത്ത് പൂഴ്ത്തിവെച്ചിരുന്നു. ഇപ്പോൾ ആ കത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ കാട്ടുകള്ളന്മാർ അലിബാബയെ 41 അല്ല 4001 ആണെന്നാണ് തോന്നുന്നത്. സകലവനെയും അടിച്ചിറക്കി പുണ്യാഹം തളിച്ച് അമ്പലങ്ങൾ ശുദ്ധമാക്കുവാൻ ആര് ശ്രമിക്കും? ആരാണതിന് മുൻകൈയെടുക്കുക?